ഗൈസ് ജെഫോട്ടിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോ പോലെ തന്നെ അല്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്ടിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോങ് വീഡിയോൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ സാറിന് എല്ലാ ദിവസവും ഞാൻ കാറിൻ്റെ അകത്തായിരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ പുറത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും കാണിച്ചു തരാം. പിന്നെ നമ്മൾ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ വൈറലാവുമല്ലോ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എല്ലാവരും എല്ലാ കാര്യം തുറന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു എന്താ പറയുക നേരം പോക്കെന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ വൈറലാവുമല്ലോ. എല്ലാം അതിൻ്റേതായ രീതി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സോടെ ചെയ്ത് കഴിഞ്ഞാലേ ഒന്നും ശരിയാകത്തില്ല. അപ്പം എല്ലാം നല്ല രീതിയിൽ എങ്ങനെ പെർഫെക്റ്റ് ആയ രീതിയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ നമുക്ക് വൈറലാകാനുള്ള ഹാഷ്ടാഗുകൾ എങ്ങനെയാണ്, പല ടൈപ്പ് ചാനലുണ്ട്. ഫാമിലി വ്ലോഗ്, പിന്നെ കുക്കിംഗ് ചാനൽ, ബ്യൂട്ടി ടിപ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ചാനലുണ്ട്. ഇപ്പോൾ ഏത് ചാനലാണെങ്കിലും അതിൻ്റെ ഹാഷ്ടാഗുകൾ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. പല ടൈപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്രോമിൽ കയറി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേസമയം യൂട്യൂബ് സ്റ്റുഡിയോ കയറി അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേസമയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മൾ കൂടുതലായിട്ട് വീഡിയോ കാണുന്നത്. അവർക്ക് ഈ ക്രോമിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാനാവില്ല. വലിയ റിസ്ക്കാണ് കണ്ടുപിടിച്ചിട്ട് ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് വെച്ചാൽ. ഒന്നാമത് അതിനകത്ത് ചെറുതായിട്ട് പോകും. ഫോണിലാണല്ലോ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. നമ്മളിപ്പം മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബ് ആപ്പിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അതാണ്. അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെയാണ്, വേറെ ചാനലൊന്നുമല്ല, നമ്മുടെ സ്വന്തം ചാനലാണ് നമ്മൾ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വന്തം ചാനൽ. നിങ്ങൾക്കറിയാം ജെഫോട്ടൊക്കെ ചാനലാണ്. ഈ ജെഫോട്ടൊക്കെ ചാനൽ തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആയി കാണിക്കുന്നത് കേട്ടോ. അതിനായി നമ്മൾ നമ്മുടെ പ്ലസ് ബട്ടൺ അടിയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ അപ്ലോഡ് ആക്കാൻ ഓപ്ഷനാണ് പ്ലസ് ബട്ടൺ. ആ റൗണ്ടിൻ്റെ അകത്ത് അടിയിൽ തന്നെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഷോർട്ട്, ലൈവ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഷോർട്ടിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ടായി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് വീഡിയോൻ്റെ അകത്തോട്ട് വെക്കുക. എന്നിട്ട് വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം അത് പ്രിപ്പയർ ആയി കിട്ടണം. ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എൻ്റെ വീഡിയോ അപ്ലോഡ് ആകുന്നില്ല, അനേബിൾ ടു പ്രിവ്യൂ എന്ന് കാണിച്ചിട്ട് കട്ടായി പോകുന്ന സംഭവം. അങ്ങനെ അതെന്നാ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ വെച്ച വീഡിയോ ആണ്. നമ്മുടെ ഫോണിൽ എടുത്ത് കഴിയുമ്പോൾ നല്ല MB ഉണ്ടാവും. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ വീഡിയോൻ്റെ MB ഒക്കെ കുറയുന്നത്. ഓക്കെ, പരമാവധി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ അപ്ലോഡ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പരമാവധി ക്വാളിറ്റി തന്നെ അപ്ലോഡ് ആക്കണം. അപ്പം ഈ ഒരുപാട് MB ക്വാളിറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് റാമൊക്കെ കുറവുള്ള ഫോണാണ്, നിങ്ങൾക്കറിയാം, ഒരു 8 GB റാമെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പം റാം കുറഞ്ഞതിനനുസരിച്ച് നമ്മുടെ വീഡിയോൻ്റെ ക്ലാരിറ്റിയും കുറഞ്ഞ് വരും. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ആയി വരുന്നുണ്ട്. പ്രിപ്പയർ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഏതാനും സമയം കൊണ്ടാവും. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം, മാറ്റരുത്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ഷോർട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ മടി വിചാരിക്കരുത്, അറിയാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും ഞാൻ വീഡിയോ എൻ്റെ ജെഫോട്ടൊക്കെ ഇതാ ഇങ്ങനെ ഇന്റർഫേസ് വന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എന്താണോ നമ്മൾ കൊടുക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളത്. നമുക്ക് എന്ത് ക്യാപ്ഷനാണ് കൊടുക്കേണ്ടത് ആ ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുക്കുന്നതാണ്. ഇവിടെ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര അട്രാക്റ്റീവായിട്ടോ ആൾക്കാരെ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോൻ്റെ അകത്തോട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ തമ്പനയിലും ക്യാപ്ഷനും എത്ര ബെറ്റർ ആക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോൻ്റെ അകത്തോട്ട്, നിങ്ങളുടെ ആ ചെയ്യുന്ന വീഡിയോൻ്റെ അകത്തോട്ട് ആൾക്കാർ വരും. ആൾക്കാർ വരുത്താൻ നമ്മൾ ആദ്യം തന്നെ, എല്ലാ വീഡിയോയും ഞാൻ പറയുന്ന കാര്യമാണ്, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് എത്ര അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കാനാവോ അത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുക. ഈ ക്യാപ്ഷൻ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ചാനലിലോട്ട് വരാനുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടാകണം. അതായത് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാമെന്നൊരു തോന്നൽ വരണം. അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ കൊടുക്കുക. അതിനുശേഷം എല്ലാവരും ചെയ്യുന്നതാണ് ലോങ് വീഡിയോൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അതായത് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഹാഷ്ടാഗ് ഇട്ട് വെക്കും. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അത് ഇഷ്ടംപോലെ ഹാഷ്ടാഗ് ഇടാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ്റെ, അതായത് ടൈറ്റിൽ കൊണ്ടുപോയിട്ട് ഹാഷ്ടാഗ്, ആകെ ടൈറ്റിൽ 100 വേർഡ്സേ കൊടുക്കാൻ പറ്റത്തുള്ളൂ.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കുറച്ച് സെർച്ചിങ് വരാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഈ ക്യാപ്ഷൻ കൊടുക്കുക. ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലും ക്യാപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വരയിടാം. ഓക്കെ, ഒരു വരയിട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കൂടെ ഒരു ക്യാപ്ഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മലയാളത്തിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുക, അതിനുശേഷം ഇംഗ്ലീഷിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു വരയും കൂടെ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു വര അപ്പുറം വര. ഇപ്പോൾ 2 ക്യാപ്ഷനായി. ഇംഗ്ലീഷിൽ കുറച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം. അതേപോലെ തന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി ഒരു 2 ക്യാപ്ഷൻ കൊടുക്കുക, ഇംഗ്ലീഷും മലയാളത്തിലും കൊടുക്കുക. അത്രയും കൊടുത്താൽ മതി അവിടെ കേട്ടോ. അതിനുശേഷം നമ്മൾ അടി ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ്റെ അടുത്ത് വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ളത്, നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം ആദ്യം. ഓക്കെ, അപ്പം നമ്മൾ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ എഴുതുന്നു. ഞാനിത് ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് പോകുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആലോചിച്ചിരിക്കാൻ സമയമില്ല, വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു റിവ്യൂ, വീഡിയോൻ്റെ ഒരു റിവ്യൂ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹാഷ്ടാഗ് ഇടുന്നു. എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു ഹാഷ്ടാഗാണ് യൂട്യൂബ്. ഓക്കെ, പിന്നെ യൂട്യൂബ് വീഡിയോ, ഓക്കെ, പിന്നെ വൈറൽ വീഡിയോ. ഈ 3 ഹാഷ്ടാഗുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഹാഷ്ടാഗാണ്. പല ടൈപ്പുള്ള കാര്യമുണ്ട്. അതായത് ടെക് ചാനൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും, കുക്കിംഗ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ 3 ഹാഷ്ടാഗാണ്. വൈറൽ ഹാഷ്ടാഗാണ് യൂട്യൂബ് വീഡിയോ, വൈറൽ വീഡിയോ, ട്രെൻഡിങ് വീഡിയോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏതാണോ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ കാറ്റഗറി എന്താണോ ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഹാഷ്ടാഗ്. അതായത് കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിംഗ് വീഡിയോ, വൈറൽ കുക്കിംഗ്, വില്ലേജ് കുക്കിംഗ് വീഡിയോ, പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള വീഡിയോകൾ, അങ്ങനെയുള്ള വില്ലേജ് ഫുഡ്, ഇതൊക്കെ നല്ല ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഹാഷ്ടാഗുകളാണ്. അപ്പോൾ ഇതൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്സ്, വൈറൽ ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഫാമിലി വ്ളോഗാണ് വൈറൽ വീഡിയോ, ട്രെൻഡിങ്, അങ്ങനെയുള്ള ഓരോരുത്തരും സെർച്ച് ചെയ്ത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഹാഷ്ടാഗുകൾ കിട്ടും. നിങ്ങൾക്ക് നോക്കാം. അത് കോപ്പി ചെയ്തിടാൻ പാടില്ല, നമ്മൾ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തിടാനേ പാടുള്ളൂ. അങ്ങനെ ഹാഷ്ടാഗുകളെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കീവേഡ്സ് കൊടുക്കുക. അതായത് ഇവിടെയും കൊടുക്കാൻ, അതായത് നമ്മുടെ ചാനൽ എങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വീഡിയോ എങ്ങനെ സെർച്ചിങ്ങിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അതായത് ഒരു ഹാഷ് ഇട്ട് അല്ലെങ്കിൽ സ്റ്റാർ ഇടുക. നമ്മളൊരു സ്റ്റാർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കുക. ഒരു സ്റ്റാർ ഇടുക. സ്റ്റാർ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ടെക് വീഡിയോ ആണെങ്കിൽ ഞാൻ എനിക്ക് എഴുതാം, ഒരു മോണിറ്റൈസേഷൻ്റെ വീഡിയോ ഒന്ന് കൂട്ടിക്കോ. അപ്പം നമുക്ക് ചെയ്യാം. ഹൗ ടു സെർച്ചിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൗ ടു മോണിറ്റൈസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. യൂട്യൂബ് നിങ്ങൾക്ക് പല ടൈപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സെർച്ചിങ് നിങ്ങളെല്ലാവരും അറിയാം, ചാനൽ മലയാളം. ഓക്കെ, അപ്പം J4 Tech എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആൾക്കാർ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യുന്നത് മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ആൾക്കാരിലോട്ട് എത്തും. അതിന് വേണ്ടി അങ്ങനെ ഒരു സംഭവം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ഇത്ര നമ്മൾ കൊടുക്കുക. ഓക്കെ, കീവേഡുകളും കൊടുത്ത് കീവേഡ് ഒരു 3-4 കീവേഡും കൂടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി അതും കൂടെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ പബ്ലിക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യരുത്. ഇവിടെ പ്രൈവറ്റ് തന്നെ നടക്കുന്നത്. ഒന്നെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷെഡ്യൂൾ വെക്കുക. ടൈം ഷെഡ്യൂൾ വെക്കാം. നമുക്ക് എത്ര മണിക്കാണ്, എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഷെഡ്യൂൾ. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് ആൾക്കാർക്ക് മനസ്സിലാക്കി കാണാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ പ്രൈവറ്റ് ആക്കി ഇരിക്കുന്നത് കൂട്ടിക്കോ. ഓക്കെ, ഇവിടെ പ്രൈവറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പ്രൈവറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടൈം ഷെഡ്യൂൾ എന്നിങ്ങനെയാണ്. ഇവിടെ ഷെഡ്യൂൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് ഡേറ്റ് അടിക്കാം. ഏത് ഡേറ്റിനാണോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? 28-ാം തീയതി. ഓക്കെ, 28-ാം തീയതി ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ഓക്കെ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതാണോ ടൈം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ 8 മണിയാണെന്ന് കൂട്ടിക്കോ. രാത്രി 8 മണിയാണ്. എന്നിട്ട് PM സെലക്ട് ചെയ്താൽ അവിടെ PM 8 PM. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ള പരിപാടി. ഇത്ര നമുക്ക് ടൈം ഷെഡ്യൂൾ. ഇപ്പം നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം മരിച്ച വീട്ടിലോ നമ്മൾ എവിടെ പോയി കിടന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ സമയത്ത് വീഡിയോ അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, പിന്നെ ലൊക്കേഷൻ കൊടുക്കേണ്ടവർക്ക് ലൊക്കേഷൻ കൊടുക്കാം. ഞാൻ എൻ്റെ കുറ്റ്യാടി എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറ്റ്യാടിയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഞാൻ കുറ്റ്യാടി എന്നുള്ള ലൊക്കേഷൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ കമൻറ്റ് ഓണാണ്. അലോ ഓഡിയോ റീമിക്സ് എന്നുള്ളിടത്ത് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ റീമിക്സ് ചെയ്യാൻ കൊടുക്കണം. അതിന് ഡോണ്ട് അലോ റീമിക്സ് എന്നുള്ള സെലക്ട് ചെയ്തു. അതിന് ബാക്ക് അടിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കേണ്ട മസ്റ്റായിട്ടുള്ള കാര്യമാണ് തമ്പനയിൽ. മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ തമ്പനയിൽ അവിടെ മേലെ നമുക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ തമ്പനയിൻ്റെ മേലെ തന്നെ നമുക്കൊരു പിക്ചറിന് ഒരു പ്ലസ് ചിഹ്നമൊക്കെ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ മേലെ തന്നെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം തമ്പനയിൽ നമുക്ക് ഏതാണ് കൊടുക്കേണ്ടത് നമ്മൾ ആ തമ്പനയിൽ ഇവിടെ കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു തമ്പനയിൽ കൊടുക്കുന്നതാണ്.
അത് ഞാൻ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ എത്ര ബെറ്റർ ആയിട്ട് നമുക്ക് തമ്പനയിൽ കൊടുക്കാനാവോ ആ ഒരു തമ്പനയിൽ നമുക്കവിടെ കൊടുക്കാനാവും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കുവാണ്, കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. കണ്ടോ, നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ തമ്പനയിൽ കൊടുത്തു, ഓക്കെ അടിച്ചു. അപ്പോൾ നമ്മുടെ കാര്യം ഇതല്ല, അപ്പോൾ എത്ര ബെറ്റർ ആയിട്ടുള്ള തമ്പനയിലൂടെ കൊടുക്കാവോ, അത് ഈ ക്യാപ്ഷനും തമ്പനയിലുമാണ് നമ്മുടെ വീഡിയോ കൂടുതലായിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള സംഭവം. അതിന് വേണ്ടിയിട്ട് അട്രാക്റ്റീവായിട്ടുള്ള വേർഡ്സ് എഴുതി, അതായത് ഈ സംഭവം കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് വരണം, നമ്മുടെ വീഡിയോനകത്തോട്ട് വരണം എന്ന് തോന്നൽ വരണം. ആ ഒരു ആത്മാർത്ഥത്തോടെ നമ്മൾ ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. ശരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ വീഡിയോൻ്റെ അകത്തോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തമ്പനയിൽ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു. അതിന് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഈ നെക്സ്റ്റ് അടിക്കുന്നു. ഇതാ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കാണാം. കണ്ടോ, അത് സെലക്ട് ചെയ്യുക. അതൊരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യാണ്ടിരിക്കരുത്, കാരണം അല്ലെ കുട്ടികളുടെ വീഡിയോ ആയിപ്പോവും. ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നില്ല, കാര്യം ഇതെനിക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ആണ്, നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ വേറെ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടിക്കോ. പിന്നെ നമ്മൾ നേരെ പോകേണ്ട യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ആപ്പിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. ഇനി നമ്മൾ നേരെ പോകേണ്ട യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട്. ഓക്കെ, നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ഇത് കട്ടാക്കുന്നു, യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. ഓക്കെ, വൈറ്റ് സ്റ്റുഡിയോ കയറി. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. വൈറ്റ് സ്റ്റുഡിയോ കയറി. ഇതിപ്പോൾ നമ്മുടെ ഇതാണ് ഡാഷ്ബോർഡാണ്. നേരെ നമ്മൾ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടിയിൽ നിങ്ങൾക്കറിയാം കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഇതുണ്ടോ, സെലക്ട് ചെയ്തു. അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇത് നമ്മുടെ വീഡിയോ ആണ്. അപ്പം എഡിറ്റ് ചെയ്യുന്നത് മോശമാണ്, പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാം. ഒരു വീഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യരുത്. സ്റ്റക്കായെങ്കിലും വീഡിയോ ഉണ്ടോ ഞാൻ നോക്കട്ടെ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഇത് എഡിറ്റ് ചെയ്തു. എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ അപ്ലോഡ് ആക്കിയ വീഡിയോ ഇവിടെ ഏറ്റവും ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുക. ഇവിടെയാണ് വന്ന് നിൽക്കുക. ഏറ്റവും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നിടത്താണ് വന്ന് നിൽക്കുക, ഏറ്റവും ലാസ്റ്റ്. ആ വീഡിയോ നമുക്ക് അവിടെ ഇവിടെയാണ് വന്ന് നിൽക്കുക. അപ്പം ഇവിടെ നമ്മളിപ്പം എഡിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യുന്നില്ല. കുറേ ഇങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഇവിടെ 3 ടിക്ക് കാണാം, അതായത് വീഡിയോൻ്റെ മേലെയായിട്ട് നിങ്ങൾ മൂന്ന് കുത്തായിട്ട് കാണാം. കണ്ടോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ദിവസം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാനാകുമ്പോൾ ഇതൊരു ആൾക്കാരെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ കണ്ടന്റ് ഇതാണ്. പിന്നെ കണ്ടന്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിപ്പം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കരുത്. അതായത് ഈ കണ്ടന്റ് അകത്തുള്ള കാര്യങ്ങളെ നമ്മൾ വെച്ചിട്ടുള്ളൂ. അത് പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ നമ്മുടെ ചാനലിലോട്ട് പിന്നെ വരാണ്ടായി പോകും. അതുകൊണ്ട് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചാൽ ഹാഷ്ടാഗും ഇതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്താന്ന് കൂട്ടിക്കോ. പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് വന്നതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ അടിയിൽ കാണാം ടാഗ് ഷോർട്ട് റീമിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ കാറ്റഗറിയാണ് ചെയ്യേണ്ടത്. ഇതാ നമ്മൾ ഇവിടെ കാറ്റഗറി എന്നോടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടംപോലെ കാറ്റഗറി ആണ്. നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ആണോ, ഫാമിലി വ്ളോഗാണോ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ, അങ്ങനെ എന്താണോ നമ്മുടെ കാറ്റഗറി അതിനനുസരിച്ചുള്ള. പിന്നെ പെറ്റ് ആൻഡ് ആനിമൽസ് ഉണ്ടോ, മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ ട്രാവൽ വ്ളോഗാണ്, ട്രാവൽ ആൻഡ് ഇവൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. കണ്ടോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം സെലക്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷനാണ് ചാനൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ചാനലായതുകൊണ്ട് നമ്മൾ. പിന്നെ ഷോർട്ട് വീഡിയോക്കാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരാം. അതായത് എൻ്റർടൈൻമെൻറ്റ് ആണ് കൊടുക്കേണ്ടത്. ഷോർട്ട് വീഡിയോക്കാണ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ ലോങ് വീഡിയോ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനുള്ള സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലെ സേവ് കാണാം. നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ പരിപാടി കഴിഞ്ഞ് ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് വീഡിയോ റീച്ച് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ചെയ്ത് വെക്കാനുണ്ട്. ഈ അലോ എംബഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഓഫ് ആക്കി വെക്കാം. കേട്ടോ, ഇതിവിടെ ഉണ്ട് അലോ എംബഡിംഗ് ഓൺ ആക്കി കിടക്കുന്നുണ്ട്. ഈ അലോ എംബഡിംഗ് നമുക്ക് ഓഫ് ആക്കി വെക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ഒരു സംഭവം ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റേതായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ വീഡിയോ വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യുന്ന ആ വാട്സപ്പിൽ തന്നെ ആൾക്കാർ കണ്ടുപോകും. നമുക്ക് ഉപകാരം ഇല്ലാണ്ടായി പോകും. നമ്മുടെ റവന്യൂ വരിക, നമ്മുടെ വാച്ച് ടൈം കൂടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അലോ എംബഡിങ് എപ്പോഴും നമ്മൾ ഓഫ് ആക്കി വെക്കണം. ഓക്കെ, ഞാൻ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് അടിച്ചു. എന്നിട്ട് അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ അടിക്കാൻ പോകണം. കേട്ടോ, സേവ് അടിച്ചു. അപ്പം വീഡിയോ സേവ് ആയി. കണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി. നമ്മളവിടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം, മാറ്റരുത്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ക്ലിക്കാവും. അപ്പോൾ മടി വിചാരിക്കരുത് ആദ്യം തന്നെ. നിങ്ങൾ അറിയാലോ, അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും ഞാൻ വീഡിയോ എൻ്റെ ജെ ഫോട്ടൊക്കെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കണം.
എനിക്ക് മടി വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താനാവില്ല. കാരണം ഞാൻ എൻ്റെ ജെഫോട്ടൊക്കെ ചാനലിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചാനൽ, ആദ്യത്തെ മെയിൻ ചാനൽ. ഇതിനേക്കാളും മെയിൻ ചാനൽ എനിക്ക് മറ്റേതാണ്. അപ്പോൾ ഞാൻ അതാണ് ആദ്യം തുടങ്ങിയത്. ആ ചാനലിൽ അതെനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ അത് ഞങ്ങൾ ഫണ്ണി ഷോർട്സ് ആണ്. ആ ഷോർട്ട് എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യണം. പിന്നെ 12ഓളം ചാനലിന് ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ. അപ്പോൾ 12 ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ തമ്പനയിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഡൗട്ടുകൾ തീർത്ത് കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാനലിൻ്റെ കാര്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാനാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു 10-14 ചാനലിൻ്റെ കാര്യങ്ങൾ ഒരു ദിവസം ഞാൻ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചാനലിൻ്റെ കാര്യം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നോക്കാനാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അതേപോലെയൊക്കെ തന്നെ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.